ബിഗ് ബോസിൻ്റെ ലൈവിൽ രേണുസുതി കൺഫെഷൻ റൂമിലിരുന്ന് രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യാണ്. അതിൽ ഒന്നാമത്തെ ആൾ അപ്പാനി ശരത്താണ്. അപ്പാനി ശരത്തിനെ നോമിനേറ്റ് ചെയ്യാനുണ്ടായ കാരണം പറയുന്നത് ഇതാണ്. അപ്പാനി ശരത്ത് ഭയങ്കര ദേഷ്യക്കാരനാണ്. ഇപ്പോൾ മൊത്തത്തിൽ വീട്ടിൽ പ്രശ്നം അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്നു. ഭയങ്കര ഒച്ചപ്പാടാണ്, ഭയങ്കര അനാവശ്യമായിട്ട് വളരെ ഒച്ചത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഭയങ്കര ദേഷ്യമുള്ള ആളാണ്. അതുകൊണ്ട് അപ്പാനി ശരത്തിനെ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. രണ്ടാമത്തെ ആൾ രേണുസുതി പറയുന്നത് ഉനിയിലാണ്. ഉനിയിൽ തീരെ ആക്റ്റീവ് അല്ല, ബിഗ് ബോസ് ഒട്ടും തന്നെ ആക്റ്റീവ് അല്ല. അങ്ങനെ ഇനാക്റ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ട് രണ്ടാമത്തെ ആളുടെ പേര് ഒനിയിൽ എന്ന് പറയുന്നു രേണു. പക്ഷേ ഈ പറയുന്ന രേണുവും അത്രയും ആക്റ്റീവ് ഒന്നുമല്ല. കഴിഞ്ഞ ആഴ്ചയിൽ അക്ബറിൻ്റെ ആ ഒരു സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച ഒരു വിഷയം ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ കണ്ടൻറ്റുകൾ ഉണ്ടായി. അതല്ലാതെ രേണുസുതി ആ വീട്ടിൽ കഴിഞ്ഞ ആഴ്ച പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റും തന്നെ കൊടുത്തിട്ടില്ല. ഒന്നും ആക്റ്റീവ് അല്ലായിരുന്നു, ഇനാക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് രേണുസുതി. ഇപ്പോൾ രേണുസുതി തന്നെ വേറൊരാളെ ഇനാക്റ്റീവ് എന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും രണ്ടുപേരാണ് രേണുസുതി നോമിനേറ്റ് ചെയ്തത്. ഒന്ന് ഉനിൽ സാവുവും ഒന്ന് അപ്പാനി ശരത്തും. ഈ ഒരു ബിഗ് ബോസ് വീട്ടിൽ രേണുസുതി ഈ ഒരാഴ്ച ആക്റ്റീവ് ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.